ഹലോ ഫ്രണ്ട്സ്, ജൂൺ 2024 നടന്ന ഫസ്റ്റ് ഷിഫ്റ്റിലെ പേപ്പർ 1 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 1 to 5 ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ 3 ആണ്. 4 ആണ് ആൻസർ വരുന്നത്. ഞാൻ ആൻസർ ചെയ്യുന്നത് വൈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വൈ പാറ്റേണിലെ ക്വസ്റ്റ്യൻ്റെ ഓർഡറിലാണ് ഇവിടെ ഓപ്ഷൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന ആൻസർ 3:5 ആണ്. തേർഡിൻ്റെ ആൻസർ വരുന്നത് 1.75 lakh ആണ് ആൻസർ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് 1 to 5 ആണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. അതിൽ ഫിഫ്ത്ത് 1 ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതിൽ 51.5 ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 6 തൊട്ടിട്ടുള്ളത് അടുത്ത സെക്ഷനാണ്. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബേസ് 10 equivalent the base 4 number 3013. 3013 എന്ന് പറഞ്ഞാൽ ബേസ് 4 നമ്പറിൻ്റെ ബേസ് 10 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ 3013 ആണ്, അതിൻ്റെ ബേസ് 4 ആണ്. അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ബേസ് 10 കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസർ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? നോർമലി നമ്മൾ ബേസ് 10 ആക്കാനായിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ 3 into 4 ആണ് ഇവിടെ ബേസ് ചെയ്തുകൊണ്ട് 4:0 പ്ലസ് 1 into 4:1 പ്ലസ് 0. അതായത് 0 into 4:2 ആണ് ചെയ്യേണ്ടത്. നമുക്ക് ഓൾറെഡി ചെയ്യുമ്പോൾ 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ 0 ഡയറക്റ്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്പർ 3 ആണ്. 3 into 4:3 ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 3 into 4:3 എന്ന് പറയുന്നത് 64 ആണ്. ദെൻ 4:1 എന്ന് പറയുന്നത് നമുക്കറിയാം 4 ആണ്. 4:0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 into 64 എന്നുള്ളത് നമുക്ക് 192 എന്ന് കിട്ടും. ദെൻ ഇത് നമുക്കറിയാം 4 ആണ്, ഇത് 3 ആണെന്നറിയാം. ദെൻ 192 പ്ലസ് 4 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 199. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ 3 ആണ്. 199 ആണ് നമ്മുടെ ആൻസർ. Okay, the seventh question, which of the following are subdivisions of implicit memory? Implicit memoryയിലെ subdivisions ഏതാണെന്നാണ്. ഇതിൻ്റെ ഓപ്ഷൻ വന്നിട്ട് ACE ആണ്. അതായത് ഏതാണ്? പ്രൈമിംഗ്, classical condition effects, then procedure memory. These three are the answers. So our option answer is option number 3, A, C and E. Okay, then eighth question, identify the correct sequence of the following research organization according to their year of establishment. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 3 ആണ്. 3 is the right answer. ഓക്കെ, ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, ഇന്ത്യൻ കൗൺസിലിംഗ് സ്റ്റഡീസ്, ഇത് രണ്ടാമത്തെ ഇതിലാണ് വരുന്നത്. ഇത് ഫസ്റ്റ്. ദെൻ അടുത്തത് ഇന്ത്യൻ കൗൺസിലിംഗ് ഹിസ്റ്ററി റിസർച്ച്, ഇതാണ് മൂന്നാമത്തെ സെക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് സി, ഇന്ത്യൻ കൗൺസിലിംഗ് ഫോർ ഫിലോസഫിക്കൽ റിസർച്ച്. ദെൻ ലാസ്റ്റ് ആണ് നാഷണൽ കൗൺസിലിംഗ് ഫോർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 3 ആണ് 8th ആൻസർ വരുന്നത്. ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ, the second 5-year plan for implementation include the recommendation of the following. Answer B, C. Ninth question answer, option number A, B, E ആണ്. ഏതൊക്കെയാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ലാംഗ്വേജ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് 3-year ഡിഗ്രി കോഴ്സ് കമ്മിറ്റി. ഓക്കെ, ദീസ് ആർ ദി ആൻസേഴ്സ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 4 ആണ് 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. നമുക്ക് ടൈപ്പ് ഓഫ് ടോക്സിക്കൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ എഫക്റ്റഡ് ആയിട്ട് ഓർഗൻസ് ആണ്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ നമ്പർ A ആണ്. നമുക്ക് നോക്കാം. A എന്ന് പറയുന്നത് നെഫോട്ടിക്സ് ഏതിലൊക്കെയാണ് വരുന്നത്?
കിഡ്നിയാണ്, നമുക്ക് നോർമലി കോമൺ ആയിട്ട് അറിയുന്നതാണ്. ദെൻ നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് ഹെമറ്റോട്ടിക്സ്, അതേതാണ്? ഓക്കെ, ബ്ലഡിന് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് സി ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ നമ്പർ ലിവർ 3 ആണ്. ദെൻ ഡി ഓപ്ഷൻ വരുന്നത് ലാസ്റ്റ് വൺ ഇതാണ്, ലങ്സ്. ഓക്കെ, ഇതാണ് 10th കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ നമ്പർ 1 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ ആണ്. 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്. ഫ്രീ കോമേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് ആഡം സ്മിത്ത് ആണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഇൻ എക്കണോമിക്സ് വരുന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. ദെൻ ലാംഗ്വേജസ് ആസ് കോണ്ടന്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഓപ്ഷൻ വരുന്നത് 2 ആണ്. കുറച്ച് ബ്ലർ ഉണ്ട്, സ്കാൻ ചെയ്തതിൽ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ജോൺ ലൂക്ക് ആണ്. ദെൻ 4th വൺ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കാൾ മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 11ന്റെ ആൻസർ ഓപ്ഷൻ നമ്പർ 4 ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ ആണ്. 12th question, which of the following are essential requirements for the formation of a photochemical smoke? Photochemical smokeന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഫോർമേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് BDE ആണ് ഓപ്ഷൻ, അതായത് 4th ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, 4th വണ്ണാണ് ഓപ്ഷൻ വരുന്നത്. നമുക്ക് നോക്കാം. നൈട്രജൻ ഡയോക്സൈഡ്, ദെൻ volatile organic compounds വേണം, ദെൻ ലാസ്റ്റ് വൺ സൺലൈറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ ആണ്. 13th question, when you try to predict the value of an outcome variable from one or more variables you are likely to be using, എന്താണ് യൂസ് ചെയ്യാനുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് 13th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഫസ്റ്റ് വൺ ആവാനുള്ള ചാൻസ് ഉണ്ട്, ഡൗട്ട് ഉണ്ട്. A, B and C, അതായത് എ person product moment correlation, then bivariate regression, next C one multivariate regression. ഈ രണ്ടെണ്ണം ഓക്കെ ആണ്. ദെൻ A1 ഇതിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം ആൻസർ വരുന്നത് 13th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ നമ്പർ 1 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു മാത്സ് ആണ്. Speed of bottle in still water in 5 km/h and the speed of the stream is 1 km/h. A man goes to a place at distance of 24 km and comes back to straight point. Find the total time taken by him. അപ്പോൾ ഇവിടെ ടൈം കാണാനുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 10 hours ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 ആണ്, 10 hours ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്.